അപ്പോൾ ഇവിടെ നമ്മൾ 7 സീലുകളെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ 6 സീലാണ് ഇവിടെയുള്ളൂ. പിന്നെ ഒരു സീല് 8ാമത്തെ അധ്യായത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ സീലിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കാത്തലിക് വ്യൂ ഓഫ് എൻഡ് ടൈംസ് ആൻഡ് ട്രിബുലേഷൻ, ഇത് സ്ക്രിപ്ചർ ബേസ്ഡ് ആയിട്ടുള്ള 5 സയൻസാണ് നമ്മൾ പറയുന്നത് എൻഡ് ടൈംസിനെ കുറിച്ച്. ഒന്നാമത്തത് മാത്യു 24:14. ലോകം മുഴുവൻ പ്രീച്ച് ചെയ്യപ്പെടും, എന്നിട്ട് എന്തുണ്ടാവുള്ളൂ? അന്ത്യം ഉണ്ടാവുള്ളൂ. അതിനുള്ള സൗകര്യം സംഭവം ഈ കാലഘട്ടം ഒരുക്കിയിട്ടുണ്ട്. പണ്ട് ഇത്രയും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. സെക്കൻഡ് അടയാളം നമ്മൾ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തൊരു വചനമാണ്. ഇപ്പം നമ്മളത് ഡീപ്പായിട്ടൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. റോമ 11:25-26. സഹോദരരെ, ജ്ഞാനികളാണെന്ന് അഹങ്കരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ഈ രഹസ്യം മനസ്സിലാക്കിയിരിക്കണം. ഇസ്രായേലിൽ കുറെ പേർക്ക് മാത്രമേ ഹൃദയകാഠിന്യം ഉണ്ടായിട്ടുള്ളൂ. അത് വിജാതിയർ പൂർണ്ണമായി സ്ഥിരീകരിക്കപ്പെടുന്നത് വരെ മാത്രം. അതിനുശേഷം ഇസ്രായേൽ മുഴുവൻ രക്ഷ പ്രാപിക്കും. എഴുതപ്പെട്ടിരിക്കുന്നതും അങ്ങനെ തന്നെ. സിയോനിൽ നിന്ന് വിമോചകൻ വരും, അവിടുന്ന് യാക്കോബിൽ നിന്ന് അധർമ്മം അകറ്റിക്കളയും. മൊത്തം ഇസ്രായേൽ, യഹൂദര് ക്രിസ്തുവിലേക്കും വരും, കത്തോലിക്ക സഭയിലേക്കും വരും. അത് നടക്കുന്നത് വരെ ലോകം അവസാനിക്കില്ല. ലോകം അവസാനിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകം അവസാനിക്കും, ക്രിസ്തുവിൻ്റെ വരവ് ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞില്ലേ, ഈ ലോകത്തിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ ഓരോന്നിലിങ്ങനെ അവസാനം ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെ ലോകവും അവസാനിക്കും. പക്ഷേ സെക്കൻഡ് കമ്മിങ് വരുന്നതിന് മുമ്പ് എന്തുണ്ടാവണം? ഇത് നമ്മളിനി കുറേയും കൂടി കവനൻ്റ് ബേസ്ഡ് ആയിട്ട്, എന്നാൽ കവനൻ്റ് ഓർത്താൽ മതി. അവർ തിരിച്ച് ആ ഫാമിലിയിൽ വരുന്നവരെ അപ്പൻ കാത്തിരിക്കും. അപ്പന് ഒരു പദ്ധതിയുണ്ട്. ഏത്? എല്ലാവരും കുടുംബത്തിലാകണം, ഫാമിലി ബോണ്ട് ആവണം, ഡൈൻ ചെയ്യണം. അതാകുന്നത് വരെ. ഇപ്പോൾ ധൂർത്തുപുത്രൻ്റെ കഥയിൽ അപ്പൻ കാത്തിരുന്നു. എത്ര സമയമാണ് കാത്തിരുന്നത്? അതേപോലെ തന്നെ ഇസ്രായേൽ തിരഞ്ഞെടുക്കപ്പെട്ട അവിടുത്തെ സ്വന്തം ജനം എന്ന് ക്രിസ്തുവിലേക്കും, ഇത് വിശുദ്ധർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 700 വർഷം മുമ്പ് സെൻറ് തോമസ് അക്വിനാസ് പറഞ്ഞിട്ടുണ്ട്, ഓൾ ഇസ്രായേലിറ്റ്സ് വുഡ് ബി കൺവേർട്ടഡ് യൂണിവേഴ്സലി ആൻഡ് നോട്ട് ഇൻഡിവിജ്വലി ഇൻ ദ എൻഡ്. അല്ലാണ്ട് അവിടെ ഇവിടെയും ഒരാൾ മാനസാന്തരപ്പെടുന്നതല്ല, മൊത്തം ജനമാണ് മാനസാന്തരപ്പെട്ട് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. അതിന് ഒരു കാരണം കൂടിയുണ്ട്. അതായത് നമ്മുടെ എല്ലാ റൂട്ട്സും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജുഡൈസത്തിൽ കിടക്കുന്നുണ്ട്, ജൂയിഷ് റൂട്ട്സ് ഉണ്ട് നമുക്ക് എല്ലാത്തിൻ്റെയും. ഇനി അവർക്ക് കിട്ടിയിട്ടുള്ള എല്ലാ പ്രൊഫസിയും ഫുള്ളിലി കംപ്ലീറ്റ് ചെയ്യുന്നത് കത്തോലിക്ക സഭയിലാണ്. ഇതാണിത്. അതായത് ആ പറയുന്ന ഫുൾഫിൽമെൻറ്റ് കാത്തലിക് ചർച്ചിലുള്ളൂ. അതുകൊണ്ട് കൺവേർട്ടഡ് ആകണം, കാത്തലിക് ചർച്ചിൽ എന്നാലാണ് ലോകം അവസാനിക്കുകയുള്ളൂ. അപ്പം ഇനി ഇത് വെറും വിശുദ്ധം പറഞ്ഞത് 700 വർഷം മുമ്പല്ലേ. ഇപ്പോൾ മോഡേൺ ആയി, അപ്പോൾ സഭയ്ക്ക് വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടാവോ? ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വരുന്നത് CCC 674. The glorious Messiah's coming is suspended at every moment of history until his recognition by all Israel. സസ്പെൻഡ് ചെയ്ത് വെച്ചേക്കുകയാണ്, സഭ പഠിപ്പിക്കുന്നതാണ്. അതായത് 2ാം ആഗമനം സസ്പെൻഷനിലാണ്. എന്തുകൊണ്ട്? ഈ ഇസ്രായേൽ മുഴുവൻ. അപ്പം അതിന് സെൻറ്റ് പീറ്ററിൻ്റെയും സെൻറ്റ് പോളിൻ്റെയും ഒരു റെഫറൻസോട് കൂടിയാണ് CCC അത് അവസാനിപ്പിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹാർഡനിങ് ഓഫ് ഹാർട്ട് ഉണ്ട്. ആരുടെ ഭാഗത്തുനിന്ന്? ഇസ്രായേൽ ജനത്തിൻ്റെ ഹാർഡനിങ് ഉണ്ട്. അതാണല്ലോ ജെറുസലമൊക്കെ നശിക്കാനായിട്ട് കാരണമായത്. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസ്ലിയ പ്രസംഗിക്കുന്നതും പൗലോസ്ലിയ പറയുന്നതും പറഞ്ഞിട്ടാണ് CCC ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത് ഈ ഒരു കാര്യം. ഏത്? ആദ്യത്തെ പോയിന്റ് ഏതാണ്? എല്ലാ ആൾക്കാരും അറിയണം, പ്രീച്ച് ചെയ്യപ്പെടണം. രണ്ടാമത്തത്
ഇസ്രായേൽ മുഴുവൻ കൺവേർട്ട് ആവണം. അപ്പോൾ അതിന് സെൻറ്റ് പീറ്ററിൻ്റെ നമുക്ക് പ്രസംഗം ഒന്ന് നോക്കാം. ആക്ട്സ് 2:36 മുതൽ. അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമായി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവൻ വ്യക്തമായി അറിയട്ടെ. ഇസ്രായേൽ ജനം മുഴുവൻ വ്യക്തമായി അറിയട്ടെ. ഇനി 1 കൊറിന്തോസ് 15:24 മുതൽ 28 വരെ. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അതിന്റെയും അവസാനമാകുന്നു. എന്തെന്നാൽ സകല ശത്രുക്കളെയും തന്റെ പാദസേവകരാക്കുന്നത് വരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിന് കീഴാക്കിയിരിക്കുന്നു. എന്നാൽ സമസ്തവും അധീനമാക്കി എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവനൊഴികെ എന്നത് സ്പഷ്ടം. സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാണ്. ഇത് ദൈവം എല്ലാവർക്കും എല്ലാം ആകേണ്ടത്. ദൈവം എല്ലാവർക്കും എല്ലാമാകണം. ഇത് എല്ലാവർക്കും കിട്ടുന്നത് വരെ, അതായത് ഇത് ആ ഫാമിലിയിലേക്കാണ് നമ്മൾ മുഴുവൻ ഫോക്കസ് ചെയ്യുന്നത്. ഇത് 2 കാരണമായി. അപ്പോൾ ഒന്നാമത്തത് ഏതായി? എല്ലാവരും അറിയണം. രണ്ടാമത്തത് ഈ യൂണിവേഴ്സൽ കൺവേർഷൻ, അതായത് മറ്റേത് യൂണിവേഴ്സൽ പ്രീച്ചിങ്, ഇത് യൂണിവേഴ്സൽ കൺവേർഷൻ. അത് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ. അത് വരും. നമ്മളെ 1,44,000 കുറിച്ച് നമ്മളൊരു ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ ഇത് വരും. ഇന്ന് നമുക്ക് 2ാമത്തെ സെഷനിൽ അതൊരു നോക്കി വരുമ്പോഴാണ്, അത് അറിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മുടെ ദൗത്യം എത്രയോ വ്യക്തമാണെന്ന് അറിയുള്ളൂ. അല്ലാണ്ട് ഈ വേറെ ചില ആൾക്കാർ 1,44,000 ടിക്കറ്റ് വെച്ചിരിക്കുന്നില്ലേ, അതല്ല ഇത്. 3ാമത്തത് ഇത് പറയാട്ടോ നമുക്ക്. മത്തായി 24:5. പലരും എന്റെ നാമത്തിൽ വന്ന് ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. ഒരു സ്ഥലത്ത് എന്നിട്ടാണ് കുറെ പേര് ഇങ്ങോട്ട് വരിക, ഉള്ളവർ കുറെ എണ്ണം വഴി തെറ്റിപ്പോവുക. ഇതുണ്ടാകണം. വഴി തെറ്റിപ്പോകുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇതൊരു അടയാളമാണ്. എന്താണ് അത്? ആരിലൂടെ വേണമെങ്കിലും വരാം. ഏത് ബിഷപ്പ്മാരിലൂടെ ആവാം, പുരോഹിതരിലൂടെ ആവാം, സിസ്റ്റേഴ്സിലൂടെ ആവാം, പ്രീച്ചേഴ്സിലൂടെ ആവാം, അൽമാരിലൂടെ ആകാം. ആരിലൂടെ വന്നിട്ട് ഒരു വിഭാഗം ജനത്തെ മുഴുവൻ വേണമെങ്കിൽ നേരെ ഔട്ടിലേക്ക് പോകും. അപ്പം അയ്യോ ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു അടയാളമാണ്. അതാണ് ഈ ഫോൾസ് ടീച്ചിങ്ങിലൂടെ ഇങ്ങനെ വരുന്നതാണ്. അപ്പം അതങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കും. ആദ്യത്തത് എല്ലാവരുടെ അടുത്തും പ്രീച്ച് ചെയ്യും. പിന്നെ കുറേ പേര് ഇങ്ങോട്ട് വരും, കുറേ പേര് വഴിതെറ്റിപ്പോവും ഫോൾസ് ടീച്ചിങ്ങിൽ. ഇനി 4ാമത്തത് ഇതാണ്. ആൻറ്റി ക്രൈസ്റ്റ് വിൽ അപ്പിയർ 3.5 years ബിഫോർ എൻഡ് ഓഫ് ദ വേൾഡ്. ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു അരൂപിയുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് അതൊന്നാണ്. ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു വ്യക്തിയായിട്ട് വരും. അത് ലോക അവസാനത്തിൻ്റെ 3.5 വർഷം മുമ്പാണ് വരിക. ഇത് വെറുതെ പറയുന്നില്ല, ഇത് ദാനിയേലിൻ്റെ പ്രവചനത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് ഇത്രയും മാസം മുമ്പ് ഒരു പീഡനകാലം ഉണ്ടാവുന്നു. പിന്നെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഒരു 42 മാസം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊരു ടൈമിംഗ് ആണ്. ഇത് ഒത്തിരിയേറെ കാത്തലിക് തിയോളജിയൻസിൻ്റെ സ്കോളേഴ്സിൻ്റെ ഒരു പൊസിഷനാണ്. ആൻറ്റി ക്രൈസ്റ്റ് വിൽ അപ്പിയർ 3.5 years ബിഫോർ എൻഡ് ഓഫ് ദ വേൾഡ്. ഇതേ സ്വഭാവമുള്ള കുറേ എണ്ണം ആദ്യകാലം മുതൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ജെറുസലത്തിൻ്റെ അധപനത്തിന് സമയത്ത് ഒരാളെ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇത് അന്തിക്രിസ്തു ആണ് എന്ന് വിചാരിച്ചു. ആയില്ല. ഇനി ഹിറ്റ്ലർ വന്നു. അപ്പം എല്ലാവരും ഉറപ്പിച്ചു ഏത് അന്തിക്രിസ്തു തന്നെയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ആരെങ്കിലും അല്പത്തിരി സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ അവരൊക്കെ അന്തിക്രിസ്തു ആയി, അല്ല ഇത്തിരി ക്രൂരരായി കഴിഞ്ഞാൽ അവരൊക്കെ മുഴുവൻ അന്തിക്രിസ്തുവായി ചിത്രീകരിക്കുന്ന അത് അൺനെസസറി പ്രൊഫസിയാണ്. അങ്ങനെയല്ല അത് വരാൻ പോകുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളുണ്ട് പറയുന്നു. ഇത് കുറേ പക്ഷെ ഒരു
ഒരു സീക്വൻസ് ഓഫ് അടയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കണ്ട പോലെ ഒരാളല്ല ആള്. നമുക്ക് ആളുടെ കുറച്ച് ഡീറ്റെയിൽസ് കാണാം. അത് പിന്നെ ഡീപ്പ് ഹേട്രഡ് ഉണ്ടായിരിക്കും ജീസസിനോട്. സാധാരണ ഹേട്രഡ് ഒന്നല്ല, വളരെ ഡീപ്പായിട്ടുള്ള ഹേട്രഡ് ഫോർ ജീസസ്, മേരി, ജോസഫ്, സെൻറ്റ് മൈക്കിൾ, ഓൾ സെയിൻസ് ആൻഡ് ഇനി നമ്മൾ ജീവിച്ചിരിക്കണമെങ്കിൽ നമ്മളോട്. അതാണ് ഒരു പ്രത്യേകത. ഇനി ഈ പറയുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ് എന്താണ്, വചനത്തിൽ എന്താണ് ഈ അന്തിക്രിസ്തുവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്? അവൻ്റെ നാമം എന്താണ്? ആദ്യം അവൻ്റെ നാമം, ഒരു നാമം അന്തിക്രിസ്തു എന്ന് തന്നെയാണ്. രണ്ടാമത്തത് മാൻ ഓഫ് സിൻ എന്ന് പറയില്ലേ, അധർമ്മി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ലോലെസ് വൺ. 3 അബോമിനേഷൻ ദാറ്റ് കോസസ് ഡിസൊലേഷൻ. പിന്നെ നമ്മൾ വെളിപാടിൽ വായിക്കുന്ന, വെളിപാടിൽ അന്തിക്രിസ്തു എന്നുള്ള വാക്കല്ല ഉള്ളത്. ഏതുള്ളത്? ദ ബീസ്റ്റ് ഔട്ട് ഓഫ് ദ സീ, സീയിൽ നിന്ന് വരുന്ന മൃഗം. ഇനി സ്വഭാവ വിശേഷതകൾ, അത് നമ്മൾ ഈ സീല് തുറക്കുമ്പോൾ ഒരു വെള്ളക്കുതിര എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ എന്താണ്, ഒരു സമാധാനത്തിൻ്റെ ആളായിട്ടാണ് വരിക. സമാധാനം ഉണ്ടാക്കുന്ന ആളായിട്ടാണ് വരിക ഇസ്രായേലിൽ. ഇത് പീസ് ട്രീറ്റി വിത്ത് ഇസ്രായേൽ. അപ്പോൾ ആദ്യം ക്രൂരനായിട്ടല്ല വരിക, ആദ്യം വരാൻ പോകുന്നത് എങ്ങനെയാ? സമാധാന സ്ഥാപകനായിട്ടാണ് വരാൻ പോകുന്നത്. നമുക്കൊരു വചനം നോക്കാം. ദാനിയേൽ 9:27, വെളിപാട് 6:2. നാശം വിധിക്കപ്പെട്ടിരിക്കുന്നു. ഒരാഴ്ചത്തേക്ക് അവൻ പലരുമായി ശക്തമായ ഉടമ്പടി ഉണ്ടാക്കും. പകുതി ആഴ്ചത്തേക്ക് ബലിയും കാഴ്ചകളും അവൻ നിരോധിക്കും. ദേവാലയത്തിന്റെ ചിറകന്മേൽ വിനാശകരമായ മ്ലേച്ഛത വരും. ഇനി വെളിപാട് 6:2. ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്റെ പുറത്ത് വില്ലുമായി ഇരിക്കുന്ന ഒരുവൻ. അവന് ഒരു കിരീടം നൽകപ്പെട്ടു. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ജയം ആരംഭിച്ചു. ഇനി രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യ ആള് വളരെ സമാധാനമായിരുന്നു. ഒരിക്കൽ ആൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആള് പീഡിപ്പിക്കാൻ തുടങ്ങും. ആളുടെ ശത്രു എന്ന് പറയുന്ന ആരാ? ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വെളിപാട് 12:6 വായിച്ചത്. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1160 ദിവസം വരുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഈ സ്ത്രീയെ കുറിച്ച് 2 അഭിപ്രായമുണ്ട്. ഒന്ന്, ആരാണ്? മാതാവാണെന്നുള്ളതും. 2, വിശ്വസ്തരാണെന്നുള്ള അഭിപ്രായമുണ്ട്. അത് നമ്മൾ അതിൽ വരുമ്പോൾ 12-ാം അധ്യായം വരുമ്പോൾ കാണും. വിശ്വസ്തരായ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എതിരായിട്ടാണ് ഈ അന്തിക്രിസ്തു ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ആളുടെ ഫങ്ഷൻസ് അങ്ങനെയായിരിക്കും. മൂന്നാമത്തത് വെളിപാട് 13:6 എന്ന് വായിക്കുക. ഹി വിൽ സ്പീക്ക് ബ്ലാസ്ഫമീസ് അഗെയിൻസ്റ്റ് ഗോഡ്. അതിനെതിരെ ദൂഷണം പറയുന്നത് വായി തുറന്നു. നാമത്തെയും വാസസ്ഥലത്തെയും സ്വർഗത്തിൽ വസിക്കുന്ന അത് ദൂഷിച്ചു കളഞ്ഞു. ദാനിയേൽ 7:8. പിന്നെ ഒരു പ്രത്യേകത, ഹി വിൽ പെർഫോം സൈൻസ്, മിറക്കിൾസ് ആൻഡ് വണ്ടേഴ്സ്. 2 തെസ്സലോനിക്ക 2:9 മുതൽ 12 വരെയും, വെളിപാട് 16:13-14, മത്തായി 24:24 3 വായിക്കാം. ഇത് അരൂപിയിലും, അന്തിക്രിസ്തുവിൻ്റെ അരൂപിയിലും ഇതൊക്കെ കാണും കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണും. ഏത് വ്യക്തിയാണ് നമ്മളിവിടെ പറയുന്നത്, പക്ഷെ ഈ അരൂപി ഓൾറെഡി ലോകത്ത് ഓപ്പറേഷനിലാണ്. വ്യക്തി വന്നിട്ടില്ല എന്നുള്ളൂ, അരൂപി ഓപ്പറേഷനാണ്. അപ്പോൾ ഇതിപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. നോക്കിക്കോ. 2 തെസ്സലോനിക്ക 2:9-12 വരെ. സാത്താന്റെ പ്രവർത്തനത്തിൽ നിയമനിഷേധിയുടെ ആഗമനം. എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതം, സത്യത്തെ സ്നേഹിക്കാനും രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ അനീതികളോടും കൂടിയായിരിക്കും. അതിനാൽ വ്യാജമായതിനെ വിശ്വസിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. ഇനി മത്തായി 24:24 വായിക്കാം. കാരണം കള്ളക്രിസ്തുമാരും പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും. റെവലേഷൻ 16:13-14. സർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും പുറപ്പെട്ട തവളകൾ പോലുള്ള 3
ശുദ്ധാത്മാക്കളെ ഞാൻ കണ്ടു. അവർ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിനത്തിലെ യുദ്ധത്തിനായി ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരെ ഒന്നിച്ചു കൂടുവാൻ പുറപ്പെട്ടവരും അടയാളങ്ങൾ കാണിക്കുന്നവരുമായ അടയാളങ്ങൾ കാണിക്കും. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടേക്ക് എന്നാൽ എല്ലാം വളരെ ഓക്കെ ആയിട്ടാണ് തോന്നുകയുള്ളൂ. അപ്പം അത് അരൂപി അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവാം. ഹി വിൽ ട്രൈ ടു ഇമിറ്റേറ്റ് വാട്ട് ജീസസ് ഡിഡ് ഓൺ ദ എർത്ത്. അതാണ് ഒരു കാര്യം. ഹി വിൽ പ്രൊക്ലെയിം ടു ബി ഗോഡ്. ഈ മാൻ ഗോഡ് ആവുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ അരൂപി വരുമ്പോൾ എന്തായി ആൾ ദൈവമായി മാറും. 2 തെസ്സലോനിക്ക 2:4. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും എതിർക്കുകയും ഉപരി തന്നെ പ്രതിഷ്ഠിക്കുകയും അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. ആൻഡ് വിൽ ഡിമാൻഡ് പീപ്പിൾ വർഷിപ്പ് ഹിം. അതായത് ആളെ വർഷിപ്പ് ചെയ്യണം. ഇത് വേറെ രീതിയിൽ വരാട്ടോ. കൃത്യം ഇത് അരൂപിയായിട്ട് വരികയാണെങ്കിൽ അത് നമുക്കും ഈ അരൂപി ഇടയ്ക്ക് വരാം. അതായത് നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ ദൈവമാകാനുള്ളൊരു ആഗ്രഹം വലിയൊരു പ്രലോഭനമാണ്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ ദൈവം ആവാൻ വേണ്ടിയിട്ട്. നമുക്ക് ആരുടെയും ദൈവം ആവാൻ പറ്റൂല. അവർക്ക് ഈ ഒരു പ്രലോഭനം എല്ലായിടത്തും കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. എല്ലാവരും എനിക്ക് സ്തുതിയും പുകഴ്ചയും മഹത്വവും നൽകണം. മൊത്തം ഒരു സെൽഫ് ഗ്ലോറി പ്രോഗ്രാമിംഗ് ആണ്. അതായത് ഞാൻ നേരത്തെ തന്നെ കൃപയുണ്ടെന്ന് അഭിനയിക്കുക, അല്ലെങ്കിൽ ആളെ കേന്ദ്രീകരിച്ച് എല്ലാം കാര്യങ്ങളും പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ ശുശ്രൂഷ രംഗത്ത് ഇത് കാണാം. കുറേ സ്ഥലത്ത് ഇങ്ങനെ നോട്ടീസ് അടിച്ച് ഫോട്ടോ ഒക്കെ വെച്ച് അതിലേക്ക് മാത്രം ഇങ്ങനെ അട്രാക്ട് ചെയ്യണം. ഇത് എപ്പോഴും അവർ ചെയ്ത കുറേ കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഇമ്പ്രഷൻ കൊടുക്കും. അതുപോലെ ശരിക്കുള്ള ശുശ്രൂഷ ഇന്നത്തെ ഇന്ന് നമ്മളെപ്പോഴും വായിക്കാറില്ല. ഇന്ന് സിസ്റ്ററല്ലേ വായിച്ചത്? 1 കൊരിന്ത്യർ 15:10 നമ്മൾ അതിന് തൊട്ട് മുമ്പുള്ള വചനം വായിച്ചു നോക്കിയാൽ 8 മുതൽ. ഇന്ന് സിസ്റ്റർ 8 മുതലല്ലേ വായിച്ചത്? അതിൽ ഈ പൗലോസ്ലിയ അതിനെക്കുറിച്ച് എന്താ പറയുന്നത് നോക്കി. എന്ത് സിമ്പിളായിട്ടാണ് പറയുന്നത് ആളാരാന്നുള്ളത്. പ്രത്യക്ഷനായി ആളെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്നിട്ടാണ് നിസാരൻ എന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ഞാൻ അയോഗ്യനാണെന്ന്. ആളാ എത്ര ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആളാന്ന് ഓർക്കണം. ആള് പറയുകയാണ് ഞാൻ നിസാരനാണെന്നും പിന്നെ എന്തിനാണ് അയോഗ്യന. ഇത് വെച്ചിട്ടാണ്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ഞാൻ മറ്റാളുകൾക്ക് കൂടുതലായിട്ട് അധ്വാനിച്ചു. അല്ലാണ്ട് ഒരു തരം എന്നിട്ടാണ് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ അതായത് ഒരു ഗിൽറ്റ് ഫീലിംഗോ ഒന്നല്ല. ഏത് എന്നിലെ കൃപ വർക്ക് ചെയ്യുന്നുണ്ട്, അതിന് മഹത്വം ദൈവത്തിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഞാൻ എന്ന് പറയുന്നത് യോഹന്നാൻസ്ലിയെ പറയണ 3:30 പോലെ അവൻ വളരെയും. അതുപോലെ ലൂക്ക 17:10 പറയുന്ന പോലെ ഞാൻ എൻ്റെ കടമ നിർവഹിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു വലിയ സംഭവമാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് സെൽഫ് അറ്റൻഷനും സെൽഫ് ഗ്ലോറിയിലേക്കും. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ആൾക്കാരെ ഒന്ന് നോട്ട് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ നോട്ട് ചെയ്യുക. ഇത് ആർക്ക് വേണമെങ്കിലും സ്കിപ്പ് ചെയ്യാം. എവിടെ വേണമെങ്കിലും നമുക്ക് അറിയാതെ ഒരു മാൻ ഗോഡോ വുമൺ ഗോഡോ ഒക്കെ ആവാനുള്ള ഒരു പ്രലോഭനം പതുക്കെ കയറി വരും. പിന്നെ ആൾക്കാരും അതുപോലെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് ദേ വരുന്നു, നമുക്ക് ആളെ കാണി നമ്മളിലേക്ക് വരുന്നതാണ്. വ്യക്തിയല്ല കേട്ടോ, വ്യക്തി നമ്മളൊന്നല്ല. അത് കൃത്യം അന്തിക്രിസ്തു പേഴ്സണോണിഫൈഡ് ആയിട്ട് തന്നെ വരും. ഇനി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് ഇത്ര ആളെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആളൊന്നുമല്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. അതാണ് ഇതൊക്കെ മറന്നു കളഞ്ഞേക്ക്. ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിലേക്ക് വരാതിരിക്കാനുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ പുള്ളി ഒന്നുമല്ല. നമ്മുടെ കർത്താവിൻ്റെ ഒരു ശ്വാസം കൊണ്ട് പോണ ടീമാണ്. പക്ഷെ നമ്മുടെ ഫോക്കസ് ഇവനിലേക്ക് വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം ഞാൻ പറഞ്ഞു. ഇങ്ങനത്തെ കുറേ ആൻറ്റി ക്രൈസ്റ്റ് പ്രീച്ചിങ് കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ആൻറ്റി ക്രൈസ്റ്റിനെ കാത്തിരിക്കലായിരിക്കും. നമ്മൾ കാത്തിരിക്കുന്ന ആരൊക്കെ, അതായത് ഫുൾഫിൽമെന്റ് നടക്കണം. അതുകൊണ്ടാണ് ആ വചനം വായിച്ചില്ലല്ലോ, 2 തെസ്സലോനിക്ക 2:8. യേശു തന്റെ വായിൽ നിന്നുള്ള വിശ്വാസം കൊണ്ട് നാമാവശേഷാക്കിയതാണ്. വെളിപാട് 19:20.
പിടിക്കപ്പെട്ടു. അപ്പോൾ അതിൻ്റെ മുമ്പാകെ അടയാളങ്ങൾ കാണിച്ച് മൃഗത്തിൻ്റെ മുദ്ര സ്വീകരിക്കുകയും അതിൻ്റെ സാദൃശ്യത്തെ ആരാധിക്കുകയും ചെയ്തിരുന്നവരെ പാപത്തിലേക്ക് വശീകരിച്ചിരുന്ന വ്യാജ പ്രവാചകനും പിടിക്കപ്പെട്ടു. ഇരുവരും ഗന്ധവമെരിയുന്ന അഗ്നി തടാകത്തിലേക്ക് ജീവനോടെ എറിയപ്പെട്ടു. ഇതാണ് അവസാനം. ഇത്രയേ ഉള്ളൂ. പിന്നെ ദാനിയേൽ 7:11. അപ്പൊ ഇത്രയും കേട്ടതിന്റെ പേരിൽ ഇനി വൻപ് പറച്ചിൽ കേട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ ആ മൃഗം കൊല്ലപ്പെട്ടു. അത്രേ ഉള്ളൂ. അതിന്റെ ശരീരം നശിപ്പിക്കപ്പെട്ടു. അഗ്നിയിൽ ദഹിപ്പിക്കാൻ അത് വിട്ടുകൊടുക്കുകയും ചെയ്തു. ആദിമ സഭ എന്താണ് പ്രാർത്ഥിച്ചിരുന്നത്? മാറാനാഥ, അതായത് വേഗം വരണമേന്ന്. അല്ലാണ്ട് ഈ എപ്പോഴാണ് വരണേ പിശാച് എപ്പോഴാണ് വരണേന്ന്, പിശാചിന്റെ ആൾക്കാർ എപ്പോഴാണ് വരണേന്ന് നമ്മൾ കാത്തിരിക്കും വേണ്ട, കേട്ടിരിക്കും വേണ്ട. അതെപ്പോഴാണെങ്കിലും വന്നോട്ടെ, അത് എനിക്കൊരു വിഷയമല്ല. ആരെ കാത്തിരിക്കണം? വിജയിക്കുന്നവനെയും അവസാന വിജയമുള്ളവനെയും എന്നെ ആ വിജയ സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പം ഈ ഫോക്കസാണ് നമുക്ക് ഈ എൻഡ് ടൈംസിലുള്ള ഇത് ഇവൻ്റെ അന്ത്യത്തെക്കുറിച്ച്. പക്ഷേ നമ്മൾ ഒരു ഇതിനെ നേരിടുന്നതിനെക്കുറിച്ച് നമ്മളെങ്ങാനും ദൈവ പദ്ധതിയിൽ അവ വരേണ്ട സമയത്ത് ആണെങ്കിൽ അങ്ങനെയും കൂടി എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് സെൻറ്റ് വിൻസെൻ്റ് ഫെററാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ സ്വീകരിച്ച കൂദാശ ജീവിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഓൺലി ദോസ് ഹു ഹാവ് റിസീവ്ഡ് ദ സാക്രമെൻറ്റ് ഓഫ് കൺഫർമേഷൻ വുഡ് എൻഡ്യൂർ ദ ആൻറ്റി ക്രൈസ്റ്റ്. അവർക്ക് അത് എൻഡ്യൂർ ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ നേരിടാൻ പറ്റുള്ളൂ. അതായത് സ്ഥൈര്യലേപനം ആ കൂദാശ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന വ്യക്തികൾക്കേ എന്ത് അന്തിക്രിസ്തുവിനെ നേരിടാൻ തന്നെ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ 1 തിമോത്തി 1:7 പറഞ്ഞത്. ഏത് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്? അഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും. അപ്പോൾ അത്രയും ബോൾഡായിട്ടാണ് നമ്മൾ ഇതിനെ നേരിടുന്നത്. അപ്പോൾ ആ ഒരു ബോൾഡ്നെസ്സാണ് നമുക്ക് ഈ എൻഡ് ടൈംസിനെ കുറിച്ച് എപ്പോൾ കേൾക്കുമ്പോഴും നമ്മൾ ഭയങ്കര ബോൾഡാവണം. എന്ത് കാലത്തിൻ്റെ അടയാളം പറഞ്ഞു? യെസ്, കാലത്തിൻ്റെ അടയാളമാണോ? അവസാനമായോ? ആവാറായോ? ആവട്ടെ. അപ്പോഴല്ലേ എൻ്റെ കർത്താവിൻ്റെ പദ്ധതി പൂർത്തിയാവുന്നത്. ഞാൻ അത് കാത്തിരിക്കുകയാണ്. അങ്ങനെ പറയണം. അല്ലാണ്ട് അയ്യോ അവിടെ ഭൂകമ്പം ഉണ്ടായോ, ഇവിടെ യുദ്ധം ഉണ്ടായോ, അവിടെ മഹാമാരി ഉണ്ടായോ, പിന്നെന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഇതിൽ പറയുന്നത്. അതല്ല കാത്തലിക് വ്യൂ ഓഫ് എൻഡ് ടൈംസ് ആൻഡ് ട്രിബുലേഷനിൽ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒന്നും കൂടിയും ആഹ്ലാദിക്കുകയും പ്രത്യക്ഷപ്പെട്ടു എന്ന് സഭ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഒന്നും കൂടിയും നമുക്ക് ഉജ്ജ്വലിപ്പിക്കാനുള്ള സമയമായിരുന്നു. ഇത് പറയാണ് ഇന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് സഭ പറഞ്ഞു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ ഒന്നും കൂടിയും പവർഫുൾ ആവാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് പേടിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അതാണ് നമുക്ക് 7 കാര്യങ്ങൾ. ഇത് സിനോപ്റ്റിക് ഗോസ്പിൾസിലുണ്ട് മുഴുവൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇല്ലാത്തതുകൊണ്ട് അത് വെളിപാടിലുണ്ട്. ഒരു 7 കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മളൊരു ക്രമമായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കി പോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ എന്താ പറയണേ ആ സീലുകളെ കുറിച്ച് നോക്കാം. സീലുകൾ ഇതിൻ്റെ ഒരു റെഫറൻസ് മാത്രമാണ്. ആദ്യത്തത് ഫാൾസ് മെസ്സയ. ഇതാണ് ആദ്യത്തെ സീലിൽ വരുന്നതാണ്. നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണ്. വചനങ്ങൾ പറഞ്ഞു പോകുന്നു, വായിക്കണില്ല. അപ്പോൾ ഇത് നമ്മൾ ആ ഓർഡറിലാണ് പറഞ്ഞു പോവുക. മാത്യു, മാർക്ക്, ലൂക്ക്, റെവലേഷൻ. ഇതാണ് ഓർഡർ. മാത്യു 24:5, മാർക്ക് 13:6, ലൂക്ക് 21:8, റെവലേഷൻ 6:2. ഒറ്റ സീക്വൻസിലാണ് ഫാൾസ് മെസ്സിയെ കുറിച്ച് വരുന്നത്. രണ്ടാമത്തത് യുദ്ധങ്ങൾ, വാസ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്, നേരത്തെ തുടർച്ചയായിട്ട് വരാം. മത്തായി 24:6-7, മർക്കോസിലെ 13:7, ലൂക്കായിലെ 21:9, വെളിപാടിലെ 6:4. 3 ഫാമിൻസ്. അത് മത്തായി 24:7, മർക്കോസ് 13:8, ലൂക്ക 21:10, വെളിപാട് 6:5 മുതൽ 6:8 വരെ. പിന്നെ മഹാമാരി,
അത് മത്തായി പറയുന്നില്ല. ലൂക്ക 21:11, വെളിപാട് മർക്കോസും ഇല്ല. വെളിപാട് 6:8. അഞ്ചാമത്തത് പീഡനം, പെർസിക്യൂഷൻ. മത്തായി 24:9, മർക്കോസ് 13:9 തൊട്ട് 13 വരെ, ലൂക്ക 21:12 തൊട്ട് 17 വരെ, വെളിപാടിലെ 6:9 തൊട്ട് 11 വരെ. പിന്നെ എർത്ത് ക്വേക്സ്, ഭൂകമ്പം, മത്തായി 24:7, മർക്കോസ് 13:8, ലൂക്ക 21:11, റെവലേഷൻ 6:12. പിന്നെ കുറച്ച് കോസ്മിക് ഫിനോമിനൻസ്, അതായത് കുറേ എന്താ പറയുക, സൂര്യൻ, ചന്ദ്രൻ, അങ്ങനെ കുറേ കോസ്മിക് ഫിനോമിനൻസിനെ കുറിച്ച് പറയുന്നത്. അതാണ് മത്തായി 24:29, മർക്കോസ് 13:24 തൊട്ട് 25 വരെ, ലൂക്കായിലെ 21:11, വെളിപാട് 6:12 തൊട്ട് 14 വരെ. ഇനി നമുക്കിതിലെ ഓരോ സീലുകൾ നോക്കാം. ഇതിപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ്, നമ്മളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി പെട്ടെന്ന് അത് മനസ്സിലാക്കി പോകുന്നു പറഞ്ഞാൽ ഓരോന്നോരോന്ന് വായിച്ചു പോവാം. ഒന്നാമത്തെ സീല് ഇപ്പം പെട്ടെന്ന് മനസ്സിലാവും ഈ പറഞ്ഞ ഇത് തന്നെയാണെന്നുള്ളത്. വെളിപാട് 6:2. അതിന്റെ പുറത്ത് വില്ലുമായിരിക്കുന്ന ഒരുവൻ, അവൻ ഒരു കിരീടം നൽകപ്പെട്ടു. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ജൈത്രയാത്ര ആരംഭിച്ചു. അപ്പൊ ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? യുദ്ധങ്ങൾ ഉണ്ടാവും പറഞ്ഞില്ലേ, അപ്പൊ അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ സീല്, അവൻ രണ്ടാമത്തെ മുദ്ര തുറന്നപ്പോൾ രണ്ടാമത്തെ ജീവി വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ തീക്കനലിന്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവന് അധികാരം നൽകപ്പെട്ടു. അവന് ഒരു വലിയ ഖഡ്ഗവും കൊടുത്തു. ഇതിനോട് തന്നെ കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഇന്റർനാഷണൽ സ്ട്രൈഫ് ഉണ്ടാവും. മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ തുടങ്ങും. അതിന് പറയുന്നത് ഇന്റർനാഷണൽ സ്ട്രൈഫ് എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ വാറിന്റെ ഉള്ളിൽ തന്നെയാണ് ഇത് വരുന്നത്. സമാധാനം എടുത്തു കളയും ലോകത്തിൽ നിന്ന്. അതായത് ഒരു സ്ഥലത്തും സമാധാനം ഉണ്ടാവില്ല. എല്ലായിടത്തും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പൊ തന്നെ യുദ്ധങ്ങൾ വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു സ്ഥലത്ത് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒക്കെ എല്ലായിടത്തും. അപ്പൊ അത് ബ്ലഡ് ഷെഡ്, ഈ റെഡ് ഹോഴ്സ് സൂചിപ്പിക്കുന്നത് ബ്ലഡ് ഷെഡിനെ കുറിച്ചാണ്. മൂന്നാമത്തെ സീല്, അവൻ മൂന്നാമത്തെ മുദ്ര തുറന്നപ്പോൾ വരിക എന്ന് മൂന്നാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു. നോക്കിയപ്പോൾ ഇതാ ഒരു കറുത്ത കുതിര, പുറത്തിരിക്കുന്നവന്റെ കൈ ഒരു ത്രാസ്. അതെന്താ സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫാമിൻ വരും, ക്ഷാമം. ഇവിടെ പൂറാണ് കൂടുതൽ എഫക്റ്റഡ് ആവാൻ പോകുന്നത്. അടുത്തത് വായിച്ചോ. അവൻ നാലാമത്തെ മുദ്ര തുറന്നപ്പോൾ വരിക എന്ന് നാലാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ നോക്കി, ഇതാ വിളറിയ ഒരു കുതിര, അതിന്റെ പുറത്തിരിക്കുന്നവന് മരണം എന്ന് പേര്. പാതാളം അവനെ പിന്തുടർന്നു. വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും ഭൂമിയിലെ വന്യമൃഗങ്ങളെ കൊണ്ടും സംഹാരം നടത്താൻ ഭൂമിയിലെ 1/4 അവർക്ക് അധികാരം ലഭിച്ചു. അപ്പൊ ഇതാണ് മഹാമാരി വരുന്നത്. ഇപ്പൊ ഇത് 4 ഒരുമിച്ചാണ് നമ്മൾ കാണേണ്ടത്. അതായത് ഡിവൈൻ ജഡ്ജ്മെന്റ് ആണ്. ഫസ്റ്റ് 4 കഴിഞ്ഞു. ഇനി 5th സീൽ, അത് വായിക്കാം. 6:9 തൊട്ട് 11 വരെ. അവൻ അഞ്ചാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു. വലിയ ഒരു സ്വരത്തിൽ അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പരിശുദ്ധനും സത്യവാനുമായ നാഥ, വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്തി ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ അങ്ങ് എത്രത്തോളം വൈകി. അവർക്ക് ഓരോരുത്തർക്കും ധവളവസ്ത്രം നൽകപ്പെട്ടു. അവരെ പോലെ വധിക്കപ്പെടാനിരുന്ന സഹദാസരുടെയും സഹോദരരുടെയും എണ്ണം തികയുന്നത് വരെ അല്പസമയം കൂടി വിശ്രമിക്കാൻ അവർക്ക് നിർദ്ദേശം കിട്ടി. അവർക്കൊരു നിർദ്ദേശം കൊടുത്തു. ഈ നിർദ്ദേശം പിന്നെ പൂർത്തിയാക്കേണ്ട, അതായത് കുറെ പേരും കൂടി രക്ഷപ്പെടണം എന്ന ദൈവത്തിന്റെ പദ്ധതി കാരണം ഇവരുടെ പ്രാർത്ഥനയാണെങ്കിലും അത് തൽക്കാലം ഈ പ്രാർത്ഥന പിന്നെ കേൾക്കുന്നതായിട്ട് പിന്നെ പറയും. ഈ നീതി നടത്തണം എന്നാണ് പറയുന്നത്. ഇനി 6ാമത്തെ സീല് 6:15 വായിക്കാം. ഭൂമിയിലെ രാജാക്കന്മാരും പ്രമുഖന്മാരും സൈന്യാധിപന്മാരും ധനികരും പ്രബലരും എല്ലാ അടിമകളും സ്വതന്ത്രരും ഗുഹകളിലും പാറക്കെട്ടുകളിലും ചെന്നൊളിച്ചു. അവർ മലകളോടും പാറകളോടും വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ മേൽ വന്നു വീഴുവിൻ, സിംഹാസനത്തിന്റെ ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞാടിന്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവിൻ.
എന്തെന്നാൽ അവരുടെ ക്രോധത്തിന്റെ ഭീകരദിനം വന്നു കഴിഞ്ഞു, ചെറുത്തു നിൽക്കുവാൻ ആർക്ക് കഴിയും? അതായത് ഇപ്പൊ രണ്ടാമത്തെ ആഗമനം ശരിക്കും വരികയാണ്. അപ്പൊ ഇവര് മാക്സിമം റെസിസ്റ്റ് ചെയ്തിരുന്നവരാണ്. ഈ വന്നവർ ഇപ്പൊ ഈ പറഞ്ഞ ഓൾ ക്ലാസസ് ഓഫ് പീപ്പിൾ ഉണ്ട്. ഇവര് മാറി നിന്ന ടീമുകളാണ്. അപ്പൊ അവരുടെ ഒരു അവസാനത്തെ ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് കോസ്മിക് സൈൻ ഓഫ് ഫൈനൽ ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ളത് കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് മുഴുവൻ ജഡ്ജ്മെന്റിന്റെ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യം നോക്കാം. ഫസ്റ്റ് കമ്മിങ് എന്തിനെ കുറിച്ചാണ്? സഫറിങ് സെർവൻറ്റ് ലാംബ് ഓഫ് ഗോഡ്. ഇതിനാണ് ഫസ്റ്റ് കമ്മിങ് ഓഫ് ജീസസ്. ആദ്യത്തെ വരവ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ രണ്ടാമത്തെ വരവ് എന്തിനു വേണ്ടിയിട്ടാണ്? സാൽവേഷൻ ഫോർ ദ ഫെയ്ത്ത്ഫുൾ ഫോളോവേഴ്സ് ആൻഡ് ജഡ്ജ്മെന്റ് ടു ദോസ് ഹു റിഫ്യൂസ് ടു ആക്സെപ്റ്റ് ഹിം. ഇത്രയും സമയം കൊടുത്തിട്ടും ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ജഡ്ജ്മെന്റ് ഉണ്ടാവും. അവർക്ക് മാക്സിമം ടൈം കൊടുത്തിട്ടുണ്ട്, മാക്സിമം ചാൻസും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവര് സ്വീകരിക്കില്ല എന്ന് വാശി പിടിച്ചിട്ടാണ് അവർക്ക്. അത് നമ്മൾ വീണ്ടും ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. എന്ന് ഓർത്തിരിക്കാൻ പറ്റിയതാണ് 9ാം അധ്യായത്തിലെ അവസാനത്തെ 2 വചനം. ഈ മഹാമാരിയിൽ നിമിത്തം വൃദ്ധരാകാതെ അവശേഷിച്ചത് തങ്ങളുടെ കരവേലയെ പറ്റി അനുദമിക്കുകയോ പിശാചുക്കളെയും കാണാനോ കേൾക്കാനോ നടക്കാനോ കഴിവില്ലാത്തതും സ്വർണം, വെള്ളി, പിച്ചള, കല്ല്, തടി എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടതുമായ വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നതിൽ നിന്ന് പിന്തിരിയുകയോ ചെയ്തില്ല. കാരണം ദൈവം ഇത്രയും ചാൻസ് കൊടുത്തിട്ടും പറഞ്ഞിട്ട് അവര് പിന്തിരിയില്ല എന്ന്. അപ്പൊ അവർക്ക് ജഡ്ജ്മെന്റ് അവരാണ്. അപ്പൊ ഇത് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ജഡ്ജ്മെന്റ് ആരാണ് കൊടുക്കുന്നത്? ഇത് വേറെ ആംഗിളിൽ കൂടെ നോക്കുമ്പോൾ അവരാണ് ജഡ്ജ്മെന്റ് ഡിമാൻഡ് ചെയ്തേക്കുന്നത്. അതായത് അവര് ദൈവം അവർക്ക് അവസരവും സാൽവേഷനാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവര് ഡിറ്റർമിൻഡ് ആയിട്ട് ഇതിൽ പോകുന്നത്. നമ്മൾ പണ്ട് പറഞ്ഞ വചനങ്ങളൊക്കെയാണ്. നിയമാവർത്തനം 30:15, പ്രഭാഷകൻ 15 വഴി ജീവനും മരണം വെച്ചിട്ടുണ്ട്. അപ്പൊ തെരഞ്ഞെടുക്കുന്നത് ഇത് ദൈവം ചെയ്യുന്നതാണെന്ന് പറയുന്നു. ദൈവം എക്സിക്യൂട്ട് ചെയ്യുന്നെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തത് മനുഷ്യന്റെ ചോയ്സാണ്. മനുഷ്യന് എപ്പോഴും ചോയ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഹി വിൽ നോട്ട് ആക്സെപ്റ്റ്. മനുഷ്യനല്ല, എല്ലാവരും അല്ല കേട്ടാ. ഇനി ഈ വിഷനെ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം, നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ 4 കലാമിറ്റീസാണ്. ആദ്യത്തെ 4 വിഷനില്ലേ, സീല് നമ്മൾ കണ്ടില്ലേ, മഹാമാരികൾ 4 ഉണ്ടായില്ലേ. ഏതൊക്കെയാണ് 4 പറഞ്ഞത്? ആദ്യത്തത് യുദ്ധം, പിന്നത്തത് ഇന്റർനാഷണൽ സ്ട്രൈഫ്, പിന്നെ ക്ഷാമം, പിന്നെ പകർച്ചവ്യാധി. ഈ 4 കലാമിറ്റീസാണ്. 5ാമത്തത് പെർസിക്യൂട്ടഡ്. അവര് ഡിലേ ചെയ്തു. പെർസിക്യൂഷന്റെ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒന്നും കൂടിയും ആർക്ക് വേണ്ടിയിട്ട് ഇനിയും മാനസാന്തരപ്പെടും എന്ന് വിചാരിച്ച് ഡിലേ ചെയ്തു. അതിൽ കുറെ പേര് മാനസാന്തരപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ. ഈ ചരിത്രം മനസ്സിലാക്കുമ്പോഴാണ് ഒരു കവനന്റ് പൂർത്തിയാക്കാൻ വേണ്ടി ദൈവം എത്ര ക്ഷമയോടുകൂടി കാത്തിരിക്കണമെന്ന് മനസ്സിലാക്കണം. 6ാമത്തത് അന്തിമ വിധിക്ക് തൊട്ട് മുമ്പായിട്ടുള്ള കോസ്മിക് സയൻസ് ആണത്. അപ്പൊ അതാണ് കണ്ടിട്ട് പലരും പെട്ടെന്ന് പറയുന്നത് ഇത് സമയമായി എന്ന് പറയുന്നത്. അപ്പൊ അത് നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് ക്ലിക്കാവുന്നില്ല. അന്തിക്രിസ്തു വന്നിട്ടില്ല. നമ്മൾ ചില അടയാളങ്ങൾ കാണുന്നു, ഏത് മൂണിലും അതും കാണും. അപ്പൊ ഇത് രണ്ടും ജോയിൻ ചെയ്യുന്നില്ല അല്ലേ? ആദ്യം ഇത് ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ടാണ് ഈ സമയത്തെ കുറിച്ച് ഇനി ഈ പറഞ്ഞ പോലെ ഇതൊക്കെ വിഷനാണ്. ചിലപ്പോൾ ഇതായിരിക്കും ആദ്യം വരെ, മറ്റേ രണ്ടാമത് വരെ. നമ്മൾ പറഞ്ഞില്ലേ സീക്വൻസ് ആയിട്ടൊന്നും വരണമല്ലേ. നമ്മൾ പറഞ്ഞ 1, 2, 3, 4 എന്നുള്ള ഓർഡറിലൊന്നും വരണ നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ കണ്ടത് ചിലപ്പോൾ റിവേഴ്സായിട്ട് എഴുതി വന്നതായിരിക്കും. അതുകൊണ്ടാണ് അതിനെ കുറിച്ച് നമ്മൾ പോകേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച്, ഈ ഡിലേയെ കുറിച്ച് നമ്മൾ പണ്ട് ഷെയർ ചെയ്ത ഒരു വിഷയമുണ്ട്. അതായത് പെർമിസീവ് വിൽ ആൻഡ് പോസിറ്റീവ് വിൽ. ഓർക്കുന്നുണ്ടോ? അതായത് ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം അനുവദിക്കുന്നതും. ദൈവം അനുവദിക്കുന്നതാണ് പലതും. ദൈവത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ആദ്യം പറഞ്ഞ കാര്യമാണ്. പക്ഷെ അതിൽ നിന്ന് മനുഷ്യൻ ഇങ്ങനെ വഴുതി പോകുന്നതാണ്. അപ്പോൾ ദൈവം വീണ്ടും ചാൻസ് കൊടുക്കുന്നുണ്ട്. അതിനെ വേണമെങ്കിൽ ഈ പറയുന്ന ജഡ്ജ്മെന്റിനെ വേറൊരു പേരിടാം, സിവിയർ മേഴ്സി.
ഈ ജഡ്ജ്മെന്റിൽ ഇനിയും കുറച്ച് പേര് പോരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതില്ലേ, അല്ലെങ്കിൽ അവർ വരില്ല എന്ന്. ഏത് അവർക്ക് അതുപോലെ ദൈവം ആഗ്രഹിക്കുന്നില്ല അങ്ങനെ കൊടുക്കാൻ, പക്ഷെ ദൈവത്തിന് പോസിറ്റീവ് ഇല്ലില്ല. പക്ഷെ ഇവര് കുറച്ച് പേരെങ്കിലും, അത് നമുക്കും അറിയാം, സാധാരണ രീതിയിലൊന്ന് പോയി വചനം വായിക്കാനോ കുർബാനയ്ക്ക് പോകാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ആൾക്കാരൊന്നും പോവില്ല. അപ്പോൾ ഒരു 2-3 തട്ടങ്ങട് കിട്ടുമ്പോൾ എവിടെ എത്തിയാവോ എന്ന് പറയുന്നത്. അതല്ല നമ്മൾ സങ്കീർത്തനം 119-71 ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ഇതിനെ പറയുന്നതാണ് സിവിയർ മേഴ്സി. അതിനു മുമ്പ് ഡിവൈൻ മേഴ്സി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഡിവൈൻ മേഴ്സിയുടെ ടൈമാണ്. അതായത് ഡിവൈൻ മേഴ്സി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ റോമ 2:4 പറയുന്നത് എന്താണ്? കാരുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചാത്താപമാണ്, അനുതാപത്തിലേക്ക് നയിക്കാന്നല്ല. അപ്പൊ അനുതാപം ഇങ്ങനെ കൊടുക്കാനുള്ള എല്ലാവിധ അവസരങ്ങളും കൊടുത്തു, ഒന്നും ശരിയായില്ല. അപ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്നില്ലെങ്കിലും അനുവദിക്കുകയാണ്. ഏത്? സിവിയർ മേഴ്സി. ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് 2 കാര്യങ്ങളാണ് പറയുന്നത്. അലൗസ് ദ സഫറിങ് ദാറ്റ് ഈവിൽ പ്രൊഡ്യൂസസ് ടു ബ്രിങ് ഹ്യൂമൻ മാൻ ടു ദെയർ സെൻസസ്. അതായത് അവരുടെ സെൻസസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ സിവിയർ മേഴ്സി അലൗ ചെയ്യുന്നത്, അവരവരുടെ സെൻസസിലേക്ക് കൊണ്ടുവരാനല്ലേ. സോ റിപ്പൻസ് ഓൺലി ഇൻ ഡെസ്പറേറ്റ് സിറ്റുവേഷൻ. രണ്ടാമത്തെ കാര്യമുണ്ട്, ടു റിവീൽ ജസ്റ്റ് ഹൗ വിക്കഡ് ദേ ആർ സോ ദാറ്റ് ദ ജസ്റ്റിസ് ഓഫ് ദെയർ ഫൈനൽ കണ്ടാമിനേഷൻ ഈസ് ഒബ്വിയസ്. എത്ര വിക്കഡാണെന്ന് അവർ തന്നെ തീരുമാനിക്കുകയാണ്. എല്ലാ ചാൻസും കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞില്ല, ഇങ്ങനെ ശപിച്ച് പോകുന്ന ടീമുകൾ. അപ്പോൾ അതിനുള്ള നമ്മളുടെ കുറച്ച് വാദങ്ങൾ. ഉൽപ്പത്തി 15-16 ഒന്ന് വായിക്കാമോ? 4-ാം തലമുറയിൽ അവർ ഇങ്ങോട്ട് തിരിച്ചു പോരും, എന്തെന്നാൽ അമോര്യരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല. അപ്പോൾ ആ പൂർത്തിയാവാത്തതാണ്. പിന്നെ റോമ 1:18 മുതൽ 32 വരെ, 2:4-11 വരെയും, 2 തെസ്സലോനിക്ക 2:9-12 വരെയും. ഇനി ഇതെല്ലാം ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിലായിരിക്കുന്നവർക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഹീ ഈസ് ഇൻ കൺട്രോൾ. ദ കോൺകറർ ഈസ് ഇൻ കൺട്രോൾ. എന്ത് സർക്കംസ്റ്റൻസസ് വന്നാലും അവരുടെ മനസ്സിലെപ്പോഴും. സക്രിയ 1:7-17 വരെ ഒന്ന് വായിക്കാമോ? ദാരിയൂസിന്റെ 2-ാം ഭരണവർഷം 11-ാം മാസം ഷേബാത്ത് മാസം 24-ാം ദിവസം ഇദ്ദോയുടെ പുത്രനായ ബെരക്കിയായുടെ പുത്രൻ സക്രിയ പ്രവാചകന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. സക്രിയ പറഞ്ഞു, ചുവന്ന കുതിരയുടെ പുറത്ത് സവാരി ചെയ്യുന്ന ഒരുവനെ ഞാൻ രാത്രി ദർശനത്തിൽ കണ്ടു. കൊഴുന്തു ചെടികളുടെ ഇടയിൽ നിൽക്കുകയായിരുന്നു. ഇതിൽ ചുവപ്പും തവിട്ടും വെളുപ്പും നിറമുള്ള കുതിരകളും ഉണ്ടായിരുന്നു. പ്രഭോ, എന്താണിത്? എന്നോട് സംസാരിച്ച ദേവദൂതൻ പറഞ്ഞു, എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. കൊഴുന്തു ചെടികൾക്കിടയിൽ നിന്നവൻ മറുപടി പറഞ്ഞു, ഭൂമി നിരീക്ഷിക്കാൻ കർത്താവ് അയച്ചിരിക്കുന്നവരാണ് ഇവർ. കൊഴുന്തു ചെടികൾക്കിടയിൽ നിന്നിരുന്ന ദേവദൂതനോട് അവർ പറഞ്ഞു, ഞങ്ങൾ ഭൂമിയിലെങ്ങും നടന്നു നോക്കി, എല്ലാം ശാന്തം. കർത്താവിന്റെ ദൂതൻ പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവെ, എത്ര കാലം അവിടത്തേക്ക് ജെറുസലേമിനോടും യൂദാ നഗരങ്ങളോടും കരുണ തോന്നാതിരിക്കും? 70 വർഷം അങ്ങ് അവരോട് രോഷം കാട്ടിയല്ലോ. എന്നോട് സംസാരിച്ച ദൂതനോട് കർത്താവ് ഉദാരവും ആശ്വാസദായകവുമായ മറുപടി പറഞ്ഞു. അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു, വിളിച്ചു പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ജെറുസലേമിനെയും സിയോനെയും പ്രതി ഞാൻ അത്യധികം അസഹിഷ്ണുവായിരിക്കുന്നു. സ്വസ്ഥത അനുഭവിക്കുന്ന ജനതകളുടെ മേൽ എനിക്ക് ഏറെ കോപമുണ്ട്. ഞാൻ എന്റെ ജനത്തോട് അല്പം കോപിച്ചപ്പോഴേക്കും അവർ അനർത്ഥം വർദ്ധിപ്പിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അലിവ് തോന്നി ജെറുസലേമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അവിടെ എന്റെ ആലയം പണിയും, ജെറുസലേമിന്റെ മേൽ അളവ് ചരട് പിടിക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. നമ്മൾ പറഞ്ഞ 4 കുതിരകളുടെ ഓൾഡ് ടെസ്റ്റ്മെന്റ് റെഫറൻസ് ആണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇനി ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമുക്ക് ഉള്ളത് വെളിപാട് 21-22 ഈ പീസൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ 21-22 അൾട്ടിമേറ്റ് പ്ലാൻ ഓഫ് സേവിങ് ഹിസ് പീപ്പിൾ ആൻഡ് റിസ്റ്റോറിങ് ജെറുസലം. അതാണ് ഇതിൻ്റെ ഫോക്കസ് ആകേണ്ടത്, അല്ല വേറെ ഒന്നുമില്ല. പ്രയർ ഓഫ് ഹബക്കുക്ക് 3 ഒരു വിഷൻ ഓഫ് ഗോഡ് ഉണ്ട് ജഡ്ജ്മെന്റിനെ കുറിച്ച്. അത് ഷൈനിങ് ലൈക്ക് സൺ, ഫ്ലാഷിംഗ് വിത്ത് ലൈറ്റ്നിങ്. ഹബക്കുക്ക് 3 മുതൽ 4 വരെ. ദൈവം തേമാനിൽ നിന്ന് പരിശുദ്ധൻ പാരാൻ പർവ്വതത്തിൽ നിന്ന് വന്നു. അവിടെ
അവിടുത്തെ മഹത്വം ആകാശങ്ങളെ മൂടി. അവിടുത്തെ സ്തുതികളാൽ ഭൂമി നിറഞ്ഞു. അവിടുത്തെ ശോഭ പ്രകാശം പോലെ പരക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ നിന്ന് രശ്മികൾ വീശുന്നു. അവിടെ തന്റെ ശക്തി മറച്ചു വെച്ചിരിക്കുന്നു. പകർച്ചവ്യാധി അവിടുത്തെ മുൻപേ നീങ്ങുന്നു. പകർച്ചവ്യാധി, മഹാമാരി അവിടുത്തെ തൊട്ടു പിന്നിലുണ്ട്. മഹാമാരി അവിടുന്ന് എഴുന്നേറ്റ് ഭൂമിയെ അളന്നു. അവിടുന്ന് ജനതകളെ നോക്കി വിറപ്പിക്കുന്നു. അപ്പോൾ നിത്യപർവ്വതങ്ങൾ ചിതറിപ്പോയി. പർവ്വതങ്ങൾ, കോസ്മിക് ശാശ്വത ഗിരികൾ മുങ്ങിപ്പോയി. അവിടുത്തെ മാർഗങ്ങൾ പണ്ടത്തേതുപോലെ തന്നെ. കൂഷാന്റെ കൂടാരങ്ങൾ ദുരിതത്തിലാഴുന്നത് ഞാൻ കണ്ടു. മിദ്യാൻ ദേശത്തിന്റെ തിരശ്ശീലകൾ വിറയ്ക്കുന്നു. കർത്താവെ, നദികൾക്കെതിരെയാണോ അവിടുത്തെ ക്രോധം? അങ്ങ് കുതിരപ്പുറത്തും വിജയരഥങ്ങളിലും സവാരി ചെയ്തപ്പോൾ അങ്ങയുടെ കോപം നദികൾക്കെതിരെയും അങ്ങയുടെ രോഷം സമുദ്രത്തിന് നേരെയുമായിരുന്നു. അങ്ങ് വില്ല് പുറത്തെടുത്ത് ഞമ്പ് തൊടുത്തു. നദികളാൽ അങ്ങ് ഭൂമിയെ പിളർക്കുന്നു. പർവ്വതങ്ങൾ അങ്ങയെ കണ്ടു വിറച്ചു. മഹാപ്രവാഹങ്ങൾ എല്ലാം ഒഴുക്കിക്കളഞ്ഞു. ആഴി ഗർജിച്ചു. ഉയരത്തിലേക്ക് അതിന്റെ കൈകൾ ഉയർത്തി. അങ്ങയുടെ ചീറിപ്പായുന്ന അസ്ത്രങ്ങളുടെ പ്രകാശത്തിലും അങ്ങയുടെ തിളങ്ങുന്ന കുന്തത്തിന്റെ മിന്നലിലും സൂര്യനും ചന്ദ്രനും തങ്ങളുടെ സ്ഥാനത്ത് നിശ്ചലമായി. ഈ അധ്യായം മുഴുവൻ റിവീൽ ചെയ്യുന്നത് ഈ സീൽസിലൂടെ.